വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. അപ്പോൾ നമ്മളിന്ന് വടകരയാണുള്ളത്. വടകര സർവീസ് റോഡിലാണുള്ളത്. നമ്മളെ വടകര ദേശീയപാതയുടെ വർക്ക് ഇനിയും ഒരുപാട് താമസിക്കുമെന്നാണ് പറയുന്നത്. മറ്റൊന്നല്ല, നേരത്തെ പലയിടത്തും ഈ പലയിടത്തും അപ്രോച്ച് റോഡ് ഉണ്ടായിരുന്നു. നമ്മുടെ തെരുവത്ത് ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആ അപ്രോച്ച് റോഡൊക്കെ മാറ്റി പില്ലറിൻ്റെ മുകളിൽ സ്ഥാപിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ദേശീയപാതയെ വാഗാട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ള ഒരു മികച്ച ഉദാഹരണമാണ് ഇന്ന് നമ്മൾ തെളിവുകൾ സഹിതമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. മറ്റൊന്നല്ല, അധികാരികളുടെ കണ്ണ് തുറക്കാൻ, ആരെങ്കിലുമൊക്കെ ഇനി കണ്ണ് തുറക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അവരുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. കാരണം അത് വൃത്തികെട്ട സമീപനമാണ്. ഇനി ഇത് 3-4 വർഷവും ഇനി ദേശീയപാതയുടെ പണി എടുക്കുകയാണെങ്കിൽ ഇവിടെയുള്ള വണ്ടികളുടെ നാട്ടുകാരെ ജനങ്ങളുടെ ആരോഗ്യം എന്താവുമെന്ന് അറിയില്ല. കാരണം അത്രയും കുണ്ടുകളാണ്. കുണ്ടുകൾ പോലും അടക്കാൻ വാഗാണ് കാണിക്കുന്ന ഒരു തോന്നിവാസം, പോക്കിരിത്തരം എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വടകര ദേശീയപാതയാണ് കേട്ടോ. വടകര ദേശീയപാതയിലെ സർവീസ് റോഡാണ്. സർവീസ് റോഡിലെ ട്രാഫിക് ബ്ലോക്കാണ്. വൈകിട്ടായാൽ എപ്പോഴും ഇങ്ങനെയാണ്. സർവീസ് റോഡിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാനുള്ള പ്രധാന കാരണം വെച്ചാൽ റോഡിലെ കുണ്ടുകളാണ്. അപ്പോൾ നമ്മളെ ദേശീയപാത പുതിയ എന്താ പറയുക, മാറ്റം വരുന്നതിൻ്റെ ഭാഗമായിട്ട് എലിവേറ്റഡ് ഹൈവേ ആക്കാൻ വേണ്ടിയിട്ട് പലയിടത്തും അപ്രോച്ച് റോഡ് മാറ്റി മണ്ണടിച്ച് മാറ്റിയിട്ട് ഉയർത്തുന്നത് മാറ്റിയിട്ട് പില്ലറിൻ്റെ മുകളിലാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നിലവിൽ തന്നെ വർക്ക് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി പില്ലറിൻ്റെ മുകളിൽ അതുകൂടി മാറ്റുകയാണെങ്കിൽ ഇപ്പോൾ 2 വർഷം എന്നുള്ള ഇനി ചിലപ്പോൾ 1 വർഷം 3 വർഷമൊക്കെ എടുക്കേണ്ടി വരും. കാരണം ഓൾറെഡി ഡിലേ ആണ്. അതിനിടയിൽ വർക്കിനകത്ത് മാറ്റങ്ങൾ വരുത്തണമെന്ന് പറയുമ്പോൾ വീണ്ടും ഡിലേ ആവും. പറഞ്ഞു വരുന്ന അതല്ല. അപ്പോൾ നമ്മൾ ഈ സർവീസ് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ഹൈവേ ആണ് ഇപ്പോൾ. അപ്പോൾ നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡിൻ്റെ അവസ്ഥ കാണിച്ച റോഡിൽ കംപ്ലീറ്റ് കുണ്ടും കുഴികളാണ്. നമ്മുടെ അതേപോലെ തന്നെ ഫുട്പാത്തിൻ്റെ പല സ്ലാബുകളും പൊട്ടിക്കിടക്കുകയാണ്. ഇവിടെ കണ്ടില്ല നിങ്ങൾ, ഇതൊക്കെ പൊട്ടിയിട്ട് മാറ്റി സ്ഥാപിച്ചാണ്. ഇത്തരത്തിൽ ഒരുപാട് പൊട്ടിയ സ്ലാബുകളുണ്ട്. പിന്നെ ഈ ഫുട്പാത്ത് എന്ന് പറയുന്നത് സർവീസ് റോഡിൻ്റെ ഭാഗമാണ്, വാഹനങ്ങൾ കയറേണ്ടതാണ്. ഇവിടെ കണ്ട സ്ലാബ് പൊട്ടി കിടക്കുന്ന. ഇപ്പോൾ ഇതാണ് അവസ്ഥ. ഒരുപാട് സർവീസ് റോഡ് സ്ലാബുകൾ പൊട്ടിയിട്ടുണ്ട്. ഈ സ്ലാബുകൾ പൊട്ടിയതും റോഡിലെ കൊണ്ടും കാരണമാണ് ഇത്രയും വാഹനങ്ങൾ ഇങ്ങനെ ബ്ലോക്ക് ആയി കിടക്കുന്നത്. അപ്പോൾ വടകര ടൗണിൽ അറ്റ്ലീസ്റ്റ് സർവീസ് റോഡ് നേരാൻ വണ്ണം ടാർ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മുടെ വാഗാടിനില്ല. ഇവരിത്രയും കൂതറ പണിയെടുക്കുമ്പോഴും ഇവിടെ MLA-യോ MP യോ ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല. വടകരക്കാർ വെറും വോട്ട് കുത്തികളായി മാറുന്നു എന്നതാണ്. കഴിഞ്ഞ 5 വർഷം MLA ആയാലും MP ആയാലും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്നാൽ ഇത്തരത്തിൽ നെറികേടാണ് സത്യത്തിൽ വടകര ടൗണിനോട് ചെയ്യുന്നത്. കച്ചവടക്കാർക്കും യാത്രക്കാർക്കും ഓട്ടോറിക്ഷ ടാക്സി എല്ലാ ആളുകൾക്കും അതേപോലെ 2 വീലേഴ്സിനൊക്കെ വലിയ ദുരന്തമാണ്. ഇതിൽ നിന്നൊരു മോചനം വേണം. നിങ്ങൾ റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ? ഓക്കെ, ഇതൊക്കെ ഒരു 6 മാസം കൊണ്ട്, ഒരു 4 മാസം കൊണ്ട്, ഒരു 3 മാസം കൊണ്ടൊക്കെ റോഡിൻ്റെ ദേശീയപാതയുടെ വർക്കൊക്കെ കഴിയുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞാലും വർക്ക് തീരാൻ പോകുന്നില്ല. ഇപ്പോൾ റോഡിലെ കുണ്ടുകൾ ഇപ്പോൾ വാഗാട് അടക്കുന്ന രസകരമായ കാഴ്ച ഞാൻ ഇപ്പോൾ ഇന്ന് കാണിച്ചു തരാം. ഇത്രയും പ്രധാനപ്പെട്ട കേരളത്തിലുടനീളം, കേരളത്തിൽ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിലൊക്കെ പോകേണ്ട ദേശീയപാതയാണിത്. ഇത്രയും പൊട്ടിപ്പൊളിഞ്ഞ് കളഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ കുണ്ടുകൾ അടക്കാനുള്ള വഴികളിപ്പോൾ വളരെ നിലവാരം കുറഞ്ഞ രീതിയിൽ നമ്മുടെ നാട്ടിലെ ഒരു പഞ്ചായത്ത് റോഡ് പരിഗണിക്കുന്ന പരിഗണന പോലും നൽകുന്നില്ല. എന്തായാലും നമ്മൾ കാണിച്ചു തരാം. നമ്മൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. കാരണം ഇതുകൊണ്ടെങ്കിലും നമ്മുടെ വടകരക്കാർക്ക് എന്തെങ്കിലും ഒരു മോചനം ഉണ്ടാകട്ടെ. വടകരക്കാർക്കല്ല, വടകരയിൽ സഞ്ചരിക്കുന്ന മുഴുവൻ വാഹനങ്ങൾക്കും. അതിപ്പോൾ കർണാടക വാഹനമായിരിക്കും, ചിലപ്പം മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന വാഹനമായിരിക്കും, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാഹനമായിരിക്കും, ഗുജറാത്തിൽ നിന്ന്, എവിടെ നിന്ന് വരുന്ന, ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്ന വാഹനമായിരിക്കും. ഒരുപാട് വാഹനങ്ങൾ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് യാത്ര ചെയ്യുന്നത്. കുണ്ടുള്ള ഭാഗങ്ങളൊക്കെ വാഗാട് അടച്ചിരിക്കുന്നത്. അടച്ച മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് റോഡ് റോളർ കൊണ്ട് അടക്കാനുള്ള മാനസികാവസ്ഥ പോലും വാഗാടിനില്ല. ഒരു ദേശീയപാതയെ ട്രീറ്റ് ചെയ്യുന്ന, പരിഗണിക്കൽ ജസ്റ്റ് കാണിച്ചു തരാം. ഇതൊന്നല്ല കാഴ്ച. ഈ ഭാഗത്തിപ്പോൾ കുണ്ടുകളൊക്കെ വാഗാട് അടക്കുന്നുണ്ട്.
ഇത് കുണ്ടടച്ച് എന്താ പറയുക ഒരു പരുവത്തിലായിട്ടുണ്ട്. ആ കുണ്ടടച്ച ഭാഗത്ത് പാച്ച് വർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് വണ്ടി കയറുമ്പോൾ ഊരാൻ്റെ പരിപ്പളകുന്ന രീതിയിലാണ് സർവീസ് റോഡിൻ്റെ അവസ്ഥ. അപ്പോൾ കുണ്ട് അടച്ച ഭാഗങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. എന്താ ഇതൊക്കെ കുണ്ടടച്ച ഭാഗങ്ങളാണ്. ഈ കുണ്ട് അടക്കാൻ കണ്ടെത്തിയ സമയം ഏതാണെന്നറിയോ? വൈകിട്ട് 5 മണിക്ക്. അതായത് വടകര ട്രാഫിക് ബ്ലോക്കിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലാണ് സർവീസ് റോഡിൻ്റെ സൈഡിൽ പാകാട് വണ്ടി നിർത്തിയിട്ട് കുണ്ടടക്കുന്നത്. ഇനി കുണ്ടടക്കുന്ന കാഴ്ച കാണിച്ചാൽ എങ്ങനെയാണ് കുണ്ടടക്കുന്നത്. ഇങ്ങനെയാണ് കുണ്ടടക്കുന്നത്. കുറേ താറ് ഇതിനകത്ത് വാരി റോഡിലിടുക. എന്നിട്ട് വേറെ റോഡിലോടൊന്നും പരിപാടിയൊന്നുമില്ല. ഇവാണ് കാണുന്ന വാഹനങ്ങളാണ് റോളർ. എന്താ അല്ലേ ഇങ്ങനെ വാരി വെതറും. തോന്നി മാസം എന്നല്ലാണ്ട് എന്താ പറയുക. എന്നിട്ട് പോകുന്ന വാഹനങ്ങളൊക്കെ അതിൻ്റെ കൂടെ കയറിയിട്ട് ആ കുണ്ടങ്ങൾ തന്നാലെ അടയും. ഒരു ദേശീയപാതയെ കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിയുടെ കണ്ട ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം.